തെർമൽ സ്കാനിങ്ങിൽ ഒരു സിഗ്നൽ കണ്ട പ്രദേശത്താണ് ഇപ്പോൾ പരിശോധന. അത് പള്ളിയോട് നമ്മൾ നേരത്തെ തകർന്നു കണ്ട പള്ളിയോട് ചേർന്നുള്ളൊരു വീടാണ്. അത് വീടും കടയും കൂടി ചേർന്നൊരു കെട്ടിടമാണ്. നമ്മളങ്ങനെ കാണാറുണ്ടല്ലോ. അവിടെയുള്ളൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ശ്രീ മനോജ് മട്ടാഞ്ചേരി ചേർന്നു. ശ്രീ മനോജ് മട്ടാഞ്ചേരി, NDRFിൻ്റെ താഴത്ത് തുറന്നുള്ള പരിശോധന ഏത് ഘട്ടത്തിലാണ്? എന്തെങ്കിലും പ്രതീക്ഷിക്കാവോ നമുക്ക്? പ്രതീക്ഷിക്കാവുന്ന ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. ഒരു മണിക്കൂറായിട്ട് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. റഡാർ പരിശോധനയിൽ അങ്ങനെ ഒരു മനുഷ്യ സാന്നിധ്യം ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇനി പരിശോധനയ്ക്ക് ശേഷമേ അതറിയാൻ കഴിയുള്ളൂ. റഡാർ പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യമാണ് എന്ന് സ്ഥിരീകരിക്കാവോ നമുക്ക്? ഉറപ്പിച്ചു പറയാനില്ല, അതാവാം. ഒരു സാധ്യത മാത്രമാണ് പറഞ്ഞത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഇത് തെർമൽ സ്കാനിങ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ചൂടുള്ള രക്തം ഉള്ള ജീവികൾ ഒക്കെയാണ് സിഗ്നൽ എന്നാണ് ഇതിനെപ്പറ്റി അറിയാവുന്നവർ പറയുന്നത്. നമ്മൾ ഈ പ്രതീക്ഷയോട് ചോദിക്കുന്നതാണ് മനോജ് സാറേ, ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും ഒരു പ്രതീക്ഷയുടെ അംശം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. എത്ര സമയം കൊണ്ട്, എത്ര ആഴത്തിലാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട്? അതെ, ഒരു കടയും അതിന്റെ മുകളിൽ വീടുമായിട്ടായിരുന്നു. അപ്പം അവിടുന്ന് തന്നെ ബോഡി ഇന്നലെ റിക്കവർ ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് ഒരാൾ മിസ്സിംഗ് ആണ്, വീട്ടിന് പുറത്തായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതാണ് പരിശോധന നടത്തുന്നത്. പക്ഷെ അവിടെ ഒരു സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ്. എത്ര ആഴത്തിലാണെന്ന് അറിയാൻ കഴിയോ ഈ സിഗ്നൽ കണ്ടത്? ഡെപ്ത് അറിയത്തില്ല. അത് റോഡിന്റെ സൈഡ് ആയതുകൊണ്ട് കറക്റ്റ് നമുക്ക് പറയാൻ കഴിയുന്നല്ലോ. കോൺക്രീറ്റ് ചെയ്ത റോഡുണ്ട്, അതിനോട് ചേർന്നാണത്. അപ്പൊ അത് റോഡിന്റെ മുകൾ വശത്തും താഴ്വശത്തും പരിശോധന നടക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് ഒന്നുകൂടെ വിളിക്കാം മനോജ്. എസ് ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, നമുക്കിപ്പോഴും അതിൽ എന്തെങ്കിലും തരത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്താവതല്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ സിഗ്നലിൽ ചലനമുള്ളതിൻ്റെതാണ് എന്ന ഒരു സൂചനയുമില്ല എന്നുകൂടി കേൾക്കുന്നു. ഹഷ്മി, ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ റഡാർ സിഗ്നലുകൾ കിട്ടിയിട്ടുണ്ട്. ഈ റഡാർ സിഗ്നലുകൾ കിട്ടുന്നത് മാത്രമല്ല, പ്രദേശത്തുള്ള ആളുകളും അങ്ങനെ ചില സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതാണ്. ഈ പറഞ്ഞ കൃത്യമായ സ്പോട്ടിൽ, ആ പള്ളിയുടെ തൊട്ടപ്പുറത്ത്, ആ മസ്ജിദിന്റെ തൊട്ടപ്പുറത്തായി കടയും വീടും കൂടി ചേർന്ന ഒരു പ്രദേശമാണത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പോയതാണ്. അവിടെ നിന്ന് 4 മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അവിടെ തന്നെയാണ് നിലവിലിപ്പോൾ ജീവന്റെ അതായത് മനുഷ്യ സാന്നിധ്യം, അത് ജീവനോട് ഉള്ള ആണെന്നോ മനുഷ്യനാണെന്നോ പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ല. ജീവസാന്നിധ്യമുണ്ട് എന്ന തരത്തിൽ ഒരു വിവരം പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 1 മണിക്കൂറായി അവിടെ പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഈ 1 മണിക്കൂറിനിടെ ഇതുവരെയും അവിടെ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ, മനുഷ്യനാണ്, ജീവനോടെ ഉണ്ട് എന്ന തരത്തിലുള്ള യാതൊരു തെളിവും കിട്ടിയിട്ടില്ല. മറ്റൊരു കാര്യം, അതേ സ്ഥലത്ത് നിന്നും 4 മൃതദേഹങ്ങൾ ഇന്നലെയും കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഹഷ്മി പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷയ്ക്ക് ആ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം പോയപ്പോഴും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചും വലിയ പ്രതീക്ഷയ്ക്ക് വകയുള്ളതായി മൃതദേഹങ്ങൾ കണ്ടെടുത്ത സ്ഥലമാണ് അത്. ആ മസ്ജിദിന്റെ തൊട്ടപ്പുറത്തെ ഒരു വീടാണത്. അതിന് അടിഭാഗത്ത് കടയും മുകൾ ഭാഗത്ത് വീടുമായി ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടുത്തെ ആളുകൾ തന്നെ പറഞ്ഞതനുസരിച്ച് തെരച്ചിൽ നടത്തി 4 മൃതദേഹങ്ങൾ വീണ്ടെടുത്തിരുന്നു. ഒരാൾ മിസ്സിംഗ് ആണ് എന്ന തരത്തിൽ ആ സമയത്ത് തന്നെ നാട്ടുകാർ പറഞ്ഞതുമാണ്. പക്ഷേ അവിടെയെല്ലാം തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവിടെ റഡാർ പരിശോധന നടത്തി. റഡാർ പരിശോധനയിൽ അവിടെ ഒരു മനുഷ്യ സാന്നിധ്യം എന്ന് പറയാൻ സാധിക്കില്ല, ജീവൽ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളതാണ് പറയുന്നത്. അത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. ഈ റഡാർ പരിശോധനയിൽ സാങ്കേതിക പിഴവുകൾ സാധാരണ സംഭവിക്കാറുമുണ്ട്. ഇപ്പോഴും അവിടെ 1 മണിക്കൂറായി പരിശോധന നടക്കുന്നുണ്ട്. ഈ 1 മണിക്കൂറിനിടയിൽ ഇതുവരെയും എന്തെങ്കിലും ആശയ്ക്ക് വകയുള്ള, പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒന്നും ആ പ്രദേശത്തൊന്നും കിട്ടിയിട്ടില്ല. NDRFിന്റെ നേതൃത്വത്തിലാണ് ഹിറ്റാച്ചി ഉപയോഗിച്ച് പരിശോധന നടത്തുന്നത്. ഫയർഫോഴ്സും അവർക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അത് ഓരോരുത്തരായി പറയുമ്പോഴാണ്, ഇത്തരത്തിൽ സിഗ്നൽ കിട്ടുമ്പോൾ അവിടെ പരിശോധിക്കും, പക്ഷേ കാര്യമായ ഒന്നും തന്നെ കിട്ടാറില്ല. അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിൽ ആ പ്രദേശത്തുള്ള ആളുകൾ വിവരം കൊടുക്കുമ്പോൾ വീണ്ടും പരിശോധന നടത്തും. പക്ഷേ അങ്ങനെ ചില സ്ഥലങ്ങളിൽ നിന്നും മൃതശരീരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ജീവനോടെ ആളുകളെ കോൺക്രീറ്റ് പാളികൾക്കുള്ളിൽ നിന്നോ മറ്റോ. പ്രേക്ഷകർ നേരെ കാണുന്നത് ആ പള്ളിയാണ്. ആ പള്ളി ആണെന്ന് തോന്നുന്നു. പള്ളിയുടെ അപ്പുറത്ത് ഈ സൈഡ് മാത്രമേ ഇങ്ങനെയുള്ള, അപ്പുറത്തൊക്കെ പൊളിഞ്ഞ് കിടക്കുന്ന പള്ളിയാണ്. അതിനോട് ചേർന്നുള്ള ഒരു വീടും കടയും ആണെന്നാണ് തൊട്ടിപ്പുറത്തുള്ള ഒരു വീടും കടയും കൂടെ ചേർന്ന ഒരു ചെറിയ ഒരു കെട്ടിടമാണ്. ആ കെട്ടിടം ഏതാണ്ട് മുക്കാലും പൊളിഞ്ഞു കിടക്കുവാണ് അവിടെ. അതിൻ്റെ മതിലിനോട് ചേർന്നാണ് ഈ സിഗ്നൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആ JCB ആ മതിലിനോട് ചേർന്ന് തിരയുന്ന ദൃശ്യങ്ങൾ കുറച്ച് മുമ്പ് പ്രേക്ഷകർ കണ്ടിരുന്നു. അവിടെയാണ് ഈ സിഗ്നൽ കണ്ടത്. അത് കഴിഞ്ഞ് 1 മണിക്കൂറായി അവിടെ തെരച്ചിൽ നടത്തുകയാണ്. ഈ സ്ഥലത്ത് തന്നെ 4 മൃതദേഹങ്ങൾ കണ്ടതാണ്.
ശ്രീകാന്ത് ഈ സ്ഥലത്ത് പോയി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം ശ്രീകാന്ത് പറയുന്നത് കേട്ടാൽ ഇപ്പോൾ അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അവിടെയുള്ള തെരച്ചിലിൽ ഇപ്പോൾ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ശ്രീ മനോജ് മട്ടാഞ്ചേരിയൊക്കെ പറയുന്നത് കേട്ടാൽ എത്രത്തോളം പ്രതീക്ഷയ്ക്ക് ഒരു ജീവനുള്ള എന്തായാലും ജീവൻ്റെ ഒരു തുള്ളിയെങ്കിലുമായ ഒരു മനുഷ്യനെ അവിടെ കിട്ടും എന്ന പ്രതീക്ഷയ്ക്ക് എത്രത്തോളം അടിസ്ഥാനമുണ്ടാകും എന്ന കാര്യം ഇപ്പോഴും ഉറപ്പില്ല. പക്ഷേ 1 മണിക്കൂറായി അവിടെ വളരെ കീനായ തെരച്ചിൽ JCB കൊണ്ട് വളരെ സൂക്ഷ്മമായി മണ്ണ് വളരെ പതിയെ ശ്രദ്ധിച്ചുകൊണ്ട് ഇളക്കിക്കൊണ്ട് അവിടെ പരിശോധന കഴിഞ്ഞ് 1 മണിക്കൂറായി നടക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലൊന്നും ഒന്നും കിട്ടുന്നില്ല. മാത്രമല്ല ഈ സിഗ്നലിൽ തന്നെ ഇത് ജീവനുള്ള ഒരു വസ്തുവാണ് എന്നൊരു സ്ഥിരീകരണം പോലെ ഒന്നും പറയുന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അത്രയും നിരാശ ആകുമല്ലോ ഫലം. എന്തായാലും കിട്ടിയാൽ അത് മഹാസംഭവമാകും, മഹാഭാഗ്യമാകും. കാര്യം ഇത്രത്തോളം 4 ദിവസം നമ്മൾ കേൾക്കുന്ന അങ്ങേയറ്റത്തെ സങ്കട വാർത്തകൾക്കിടയിൽ നമുക്ക് നൂന്നു നിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സിന് ഒരല്പമെങ്കിലും ആശ്വാസം കിട്ടുന്ന ഒരു ബിഗ് ബ്രേക്കിംഗ് ഒരു വലിയ വാർത്തയാകും അതങ്ങനെ ആവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കാം എന്നതല്ലാതെ ഇപ്പോഴും അങ്ങനത്തെ ആഗ്രഹത്തിന് വലിയ പ്രസക്തി ഉണ്ടോ എന്നറിയില്ല. ഐബോർഡ് പരിശോധനയിൽ കുറേയധികം സ്ഥലങ്ങളിൽ സിഗ്നൽ കിട്ടുന്നുണ്ട്, അവിടെയൊക്കെ പരിശോധിക്കുന്നൊന്നും കിട്ടുന്നില്ല. അതുപോലൊരു സിഗ്നൽ മാത്രമാണോ അത് കുറച്ചുകൂടി സിഗ്നൽ സ്ട്രെങ്ത് ഉള്ള ഒന്നാണോ ഇപ്പോൾ കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും അവിടെ പരിശോധന പുരോഗമിക്കും.